നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എക്സാലോജിക് കേസിൽ അന്വേഷണം ഊർജിതം. വ്യാജ സിം ഉപയോഗവും വിദേശ പണമിടപാടുകളും പുറത്ത്. കൂടുതൽ റെയ്ഡുകളുമായി ഇഡി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിയായ MDMA കേസ്. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ്. വാച്ച് മോഷ്ടിച്ചെന്നാരോപിച്ച് 12 വയസ്സുകാരന് നേരെ ബന്ധുക്കളുടെ ക്രൂര പീഡനം. ശരീരത്തിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടി പുരട്ടി. ലഹരി ഉപയോഗം ഫോണിൽ പകർത്തി നൽകി. തൊടുപുഴയിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ശസ്ത്രക്രിയയിലൂടെ വൃഷണം നീക്കം ചെയ്തു. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ NTA-യിൽ വൻ അഴിച്ചുപണി. 600 വിദഗ്ധരെ ഒഴിവാക്കി ഓഫീസുകൾ മാറ്റും. ചെയർമാനെ സംരക്ഷിക്കുന്നതിൽ വിമർശനം. വാർത്തകൾ വിശദമായി. CMRL എക്സാലോജിക് ഇടപാടിൽ വീണയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കടുപ്പിക്കുന്നു. വിദേശത്തേക്ക് അനധികൃതമായി പണം കടത്തിയെന്ന കണ്ടെത്തലോടെ ഫെമ ലംഘനത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. CMRL എക്സാലോജിക് സൊല്യൂഷൻ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എക്സാലോജിക് മാനേജിംഗ് ഡയറക്ടർ വീണ ടിക്കെതിരെ അന്വേഷണം കൂടുതൽ വീര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. വിദേശത്തേക്ക് സാമ്പത്തിക കൈമാറ്റങ്ങൾ നടത്തിയതുൾപ്പെടെയുള്ള ഗുരുതര കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഫോറൻസിക് എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘനത്തിന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. മെയ് 27-ന് വീണയുടെ വസതിയിൽ ED നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഡയറിയാണ് കേസിൽ വഴിത്തിരിവായി മാറിയത്. ഈ ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകളിൽ നൽകിയ വിവരങ്ങൾ പ്രകാരം ഏകദേശം 3.49 ലക്ഷം UAE ദിർഹം ദുബായിലേക്ക് കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് രേഖപ്പെടുത്താത്ത 20.5 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. CMRL-ൽ നിന്ന് എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ചതായി ആരോപിക്കപ്പെടുന്ന 2.78 കോടി രൂപയ്ക്ക് പുറമേയുള്ള ഈ പണമിടപാടുകൾ ഇവരുടെ അറിയപ്പെടുന്ന വരുമാന മാർഗങ്ങൾക്ക് അപ്പുറത്തുള്ളതാണെന്നാണ് EDയുടെ വിലയിരുത്തൽ. ഈ തുക ദുബായിലേക്ക് ഏത് വഴിയിലൂടെയാണ് കൈമാറിയതെന്നും ഏത് വ്യക്തിക്കോ സ്ഥാപനത്തിനോ ആണ് നൽകിയതെന്നും കണ്ടെത്താനായി ഹവാല ബന്ധങ്ങളെക്കുറിച്ചും ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിദേശ ഇടപാടുകൾക്കായി ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാൻ DYFI നേതാവ് നന്ദുലാലിന്റെ പേരുള്ള സിം കാർഡാണ് ഉപയോഗിച്ചതെന്നും ED കണ്ടെത്തുകയുണ്ടായി. റൂട്ടറിൽ ഈ സിം കാർഡ് സജ്ജീകരിച്ച് ആശയവിനിമയം നടത്താൻ വീണയും പങ്കാളിയും നിർദ്ദേശിച്ചതായി വ്യക്തമാക്കുന്ന സാക്ഷിമൊഴികളും ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 18-ന് കോഴിക്കോട് അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ED പുതിയ റെയ്ഡുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ 2021-ൽ വീണ സാമ്പത്തിക ഇടപാട് നടത്തിയ സൊലാസ് പരസ്യ കമ്പനിയെക്കുറിച്ചും തനിപ്പേരിലല്ലാത്ത സിം കാർഡ് ഉപയോഗിച്ചതിനെക്കുറിച്ചും പരിശോധന നടത്തി ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. MDMA കേസിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസിന്റെ നീക്കം. ആഗസ്റ്റ് 20 മുതൽ 22 വരെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷയിൽ കാസർഗോഡ് ജില്ലാ സെഷൻ കോടതി ഇന്ന് തീരുമാനമെടുക്കും. കേസിൽ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം രാഷ്ട്രീയ ഇടപെടൽ മൂലം അന്വേഷണം മരവിപ്പിക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ MDMA കേസിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് നീക്കം. കസ്റ്റഡി അപേക്ഷയിൽ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് തീരുമാനമെടുക്കും. കേസിൽ 11-ാം ദിവസമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. ആഗസ്റ്റ് 20 മുതൽ 22 വരെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബുധനാഴ്ച പ്രൊഡക്ഷൻ വാറന്റ് അപേക്ഷ നൽകിയിരുന്നു. നിലവിൽ നീലേശ്വരം CA പ്രശാന്തിനാണ് അന്വേഷണ ചുമതല. പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നടക്കം മയക്കുമരുന്ന് എത്തിച്ച് കേരളത്തിൽ വ്യാപാരം നടത്തിയെന്ന ആരോപണവും പ്രതികൾക്കെതിരെയുണ്ട്. സൈബർ തട്ടിപ്പ്, ഹവാല ഇടപാട്, തുടർച്ചയായ വിദേശ യാത്രകൾ, ഗുണ്ടാ സംഘടനകളുമായുള്ള ബന്ധം തുടങ്ങിയ ആരോപണങ്ങളും അന്വേഷണത്തിൽ ഉയർന്നിട്ടുണ്ട്. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവർ പ്രതികളായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. അതേസമയം രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് അന്വേഷണം മരവിപ്പിക്കുന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കള്ളനെന്നാരോപിച്ച് 12 വയസ്സുകാരന് നേരെ ബന്ധുക്കളുടെ അതിക്രൂര പീഡനം. കോഴിക്കോട് കൊടുവള്ളി കിഴക്കോത്താണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. മോഷ്ടിച്ചെന്നാരോപിച്ച് കുട്ടിയുടെ മുറിയിൽ പൂട്ടിയിട്ട് കൈകാലുകൾ കെട്ടിയിട്ടായിരുന്നു അതിക്രമം. കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴക്കോത്ത് 12 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് നേരെ ബന്ധുക്കളുടെ അതിക്രൂരമായ മർദ്ദനവും പീഡനവും. കാണാതായ വാച്ചുകുട്ടി മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ചായിരുന്നു ബന്ധുക്കൾ കുട്ടിയെ മർദ്ദിച്ചത്.
ഓഗസ്റ്റ് 6 നടന്ന സംഭവത്തിൽ കുട്ടിയെ സ്വന്തം വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ബന്ധുവീട്ടിലെ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു. തുടർന്ന് കൈകാലുകൾ കൂട്ടിക്കെട്ടി കഠിനമായി മർദ്ദിക്കുകയും ശരീരത്തിലെ മുറിവുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടി പുരട്ടുകയും കണ്ണിൽ മുളകുവെള്ളം ഒഴിക്കുകയും ചെയ്തു. കൂടാതെ കാൽനഖത്തിനിടയിൽ ഈർക്കിളിയും കൈനഖത്തിനിടയിൽ ടൂത്ത് പിക്കും കുത്തിക്കയറ്റുന്നതടക്കമുള്ള ക്രൂരതകൾക്കും ഇരയാക്കി. രാത്രി 11 മണിയോടെ കൈകാലുകളിലെ കെട്ടിന് അയവ് വന്നതിനെ തുടർന്ന് സ്വയം കെട്ടഴിച്ച് ടെറസിനോട് ചേർന്നുള്ള കവുങ്ങിലൂടെ സാഹസികമായി ഊർന്നിറങ്ങി രക്ഷപ്പെട്ട കുട്ടിയെ റോഡിൽ വെച്ച് കണ്ട ഒരു വഴിയാത്രക്കാരനാണ് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. സംഭവത്തെക്കുറിച്ച് കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ വിവരമറിയിച്ചതിനെ തുടർന്ന് അടിയന്തരമായി ഇടപെടുകയും അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കാൻ റൂറൽ എസ്.പിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. കുട്ടിയെ പീഡിപ്പിച്ച പിതൃസഹോദരൻ, ഇയാളുടെ ഭാര്യ, മകൻ എന്നിവർക്കെതിരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കൽ, ആയുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, ബാലനീതി നിയമപ്രകാരമുള്ള വിവിധ വകുപ്പുകൾ എന്നിവ ചുമത്തി കൊടുവള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നീട് നടത്തിയ പരിശോധനയിൽ കാണാതായതെന്ന് പറഞ്ഞ വാച്ച് വീട്ടിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു. നിലവിൽ കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകിയ ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തൊടുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ഹോസ്റ്റൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത 16-കാരനായ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം. അക്രമത്തിൽ ജനനേന്ദ്രിയത്തിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ വലത് വൃഷണം നീക്കം ചെയ്യുകയും ചെയ്തു. പഠന സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിൽ സഹപാഠികളുടെ ക്രൂരമർദ്ദനമേറ്റ 19-കാരന്റെ ജനനേന്ദ്രിയത്തിന് ഗുരുതരമായി പരിക്കേറ്റു. തൊടുപുഴ ഗ്രാൻഡിസ് ടെക്നോളജിയിൽ മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസിംഗ് കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആക്രമണത്തിനിരയായത്. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി വലത് വൃഷണം നീക്കം ചെയ്യുകയായിരുന്നു. ഓഗസ്റ്റ് 10-നാണ് സംഭവം നടന്നത്. ഹോസ്റ്റൽ മുറിയിൽ ചില വിദ്യാർത്ഥികൾ പതിവായി കഞ്ചാവ് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഇടയായ വിദ്യാർത്ഥി അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി മാനേജ്മെന്റിന് കൈമാറുകയായിരുന്നു. എന്നാൽ വിഷയം പോലീസിനെ അറിയിക്കുന്നതിന് പകരം കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകി വിട്ടയക്കുകയാണ് സ്ഥാപന അധികൃതർ ചെയ്തതെന്ന് ആരോപണമുണ്ട്. തങ്ങൾക്കെതിരെ തെളിവുകൾ നൽകിയത് ഈ വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കിയ പ്രതികൾ മുറിയിൽ അതിക്രമിച്ചു കയറി വിദ്യാർത്ഥിയെ തടഞ്ഞുവെച്ച് താഴെ വീഴ്ത്തി നെഞ്ചിലും ജനനേന്ദ്രിയത്തിലും ക്രൂരമായി ചവിട്ടുകയായിരുന്നു. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുറ്റാരോപിതനെതിരെ റാഗിംഗ് നിരോധന നിയമപ്രകാരം പോലീസ് കേസെടുത്തു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ ആക്രമണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കാളികളായിട്ടുണ്ടെന്നും അവരെ കൂടി കേസിൽ ഉൾപ്പെടുത്തണമെന്നും ഇരയായ വിദ്യാർത്ഥിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. അതേസമയം പരിക്കേറ്റ കുട്ടിയുടെ ആദ്യ മൊഴിയിൽ മറ്റാരുടെയും പേരില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനും സംശയനിഴലിലുള്ള മറ്റ് 2 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനും മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പരീക്ഷാ നടത്തിപ്പിലെ തുടർച്ചയായ ക്രമക്കേടുകൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വൻ പരിഷ്കരണ നടപടികൾ. 600 വിദഗ്ധരെ ഒഴിവാക്കി പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കും. NTA ഓഫീസുകൾ പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനൊപ്പം CISF സുരക്ഷ ശക്തമാക്കുകയും 4 തരത്തിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഇത്രയും നടപടികൾ പ്രഖ്യാപിച്ചിട്ടും ചെയർമാൻ പ്രദീപ് കുമാർ ജോഷിക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിലെ തുടർച്ചയായ ക്രമക്കേടുകൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വൻ അഴിച്ചുപണി. പരീക്ഷാ ചുമതലകളിലുണ്ടായിരുന്ന 600 വിദഗ്ധരെ ഒഴിവാക്കി പകരം പുതിയ ആളുകളെ നിയമിക്കും. NTA ഓഫീസുകൾ അടിയന്തരമായി പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റാനും തീരുമാനമായി. പുതിയ ഓഫീസുകളിൽ CISF സുരക്ഷ ശക്തമാക്കും. ചോദ്യപേപ്പറുകളുടെ പരിശോധനയ്ക്കായി 4 തലത്തിലുള്ള സംവിധാനവും ഏർപ്പെടുത്തും. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ 20 മുതൽ 25 വരെ ഉദ്യോഗസ്ഥരെ NDAയിൽ നിയമിക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് NDA ഉദ്യോഗസ്ഥർ പരിഷ്കരണ നടപടികൾ വിശദീകരിച്ചത്. അതേസമയം NDAയിൽ അഴിച്ചുപണി നടത്തിയിട്ടും ചെയർമാൻ പ്രദീപ് കുമാർ ജോഷിക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെതിരെ വിമർശനം ശക്തമാണ്. NDA ചെയർമാൻ ആയതിനു പിന്നാലെ നിരവധി പരീക്ഷകളിൽ ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടും കേന്ദ്രം അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം. ചെയർമാനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും സംഘടനകൾ ഉയർത്തുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ അമേരിക്കയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ. യുദ്ധം വ്യാപിപ്പിച്ചാൽ യൂറോപ്പിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി ബന്ധപ്പെട്ട അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. അമേരിക്കൻ ഉപരോധം പിൻവലിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ.
പശ്ചിമേഷ്യൻ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമെങ്കിൽ യൂറോപ്പിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമതാവളവും ബൾഗേറിയയിലെ കേന്ദ്രങ്ങളും ഇറാന്റെ സാധ്യതയുള്ള ലക്ഷ്യങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാൻ പ്രതിരോധിക്കുന്നതിനപ്പുറം ആക്രമണ മനോഭാവത്തിലേക്ക് മാറിയതായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാനുമായി നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും ചർച്ചയ്ക്ക് പദ്ധതിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് തുറക്കണമെങ്കിൽ അമേരിക്ക ഉപരോധം പിൻവലിക്കുകയും മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുകയും എണ്ണ ഉപരോധവും സൈനിക നടപടികളും അവസാനിപ്പിക്കുകയും വേണമെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ അമേരിക്കൻ നാവിക ഉപരോധം തുടരുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. ഇതിനിടെ ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുറയുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ കപ്പലുകൾ ഇറാന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് അമേരിക്കൻ സംരക്ഷണ പ്രതീക്ഷയിൽ ജലപാതയിലൂടെ സഞ്ചരിക്കുന്നതായാണ് റിപ്പോർട്ട്. ആഗോള സാമ്പത്തിക രംഗത്ത് മുന്നേറ്റം പ്രവചിച്ചിരുന്ന ഇന്ത്യൻ ഓഹരി വിപണിക്ക് വൻ തിരിച്ചടി. ബാങ്ക് ഓഫ് അമേരിക്ക പുറത്തുവിട്ട ഏറ്റവും പുതിയ ഏഷ്യൻ ഫണ്ട് മാനേജർ സർവേ പ്രകാരം ഏഷ്യൻ ആഗോള നിക്ഷേപകരുടെ ഏറ്റവും കുറഞ്ഞ മുൻഗണനയിലുള്ള വിപണിയായി ഇന്ത്യ മാറി. ആഗോള സാമ്പത്തിക രംഗത്ത് വൻ പ്രതീക്ഷ നൽകിയിരുന്ന ഇന്ത്യൻ ഓഹരി വിപണിക്ക് വലിയ തിരിച്ചടി നേരിടുന്നതായി ബാങ്ക് ഓഫ് അമേരിക്ക പുറത്തുവിട്ട ഏറ്റവും പുതിയ ഏഷ്യൻ ഫണ്ട് മാനേജർ സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതുവരെ ഏഷ്യൻ വിപണികളിൽ നിക്ഷേപകരുടെ മുൻഗണനയിൽ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന ഇന്തോനേഷ്യയെ മറികടന്ന് ഇന്ത്യ ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും കുറഞ്ഞ മുൻഗണനയുള്ള ഓഹരി വിപണിയായി മാറിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 7 മുതൽ 13 വരെയുള്ള തീയതികളിൽ ആകെ $272 ബില്യൺ ആസ്തി കൈകാര്യം ചെയ്യുന്ന 98 പ്രമുഖ ആഗോള ഫണ്ട് മാനേജർമാരിൽ നടത്തിയ പഠനത്തിൽ 32% പേരും ഇന്ത്യയോട് നെറ്റ് അണ്ടർവെയ്റ്റ് അഥവാ നിക്ഷേപം കുറയ്ക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തായ്വാൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ മികച്ച നേട്ടങ്ങളോടെ ഏഷ്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട വിപണികളായി മുന്നേറുമ്പോഴാണ് ഇന്ത്യക്ക് ഈ പ്രഹരമേൽക്കുന്നത്. ആഗോള ഫണ്ട് മാനേജർമാർ ഇന്ത്യൻ വിപണിയോട് കാണിക്കുന്ന ഈ വിമുഖതയ്ക്ക് പിന്നിൽ AI മേഖലയിലെ അപര്യാപ്തതയും ഉയർന്ന മൂല്യനിർണ്ണയങ്ങളുമാണ് പ്രധാന കാരണം. ലോകമെമ്പാടും സെമി കണ്ടക്ടർ, ക്ലൗഡ് ഹാർഡ്വെയർ, AI ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ തായ്വാനും ദക്ഷിണ കൊറിയയും കുതിച്ചുചാട്ടം നടത്തുമ്പോൾ ഇന്ത്യയിലെ IT കമ്പനികൾ പരമ്പരാഗത സേവന മേഖലകളിൽ തുടരുന്നത് വിദേശ നിക്ഷേപകരെ നിരാശരാക്കുന്നു. കൂടാതെ കമ്പനികളുടെ ഓഹരി വില ഉയർന്ന നിലയിൽ തുടരുമ്പോഴും അതിനനുസരിച്ചുള്ള സാമ്പത്തിക വളർച്ചയോ നയപരമായ പരിഷ്കാരങ്ങളോ ഉണ്ടാകുന്നില്ലെന്നതും തിരിച്ചടിയാണ്. ഇതിനു പുറമെ ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തിലുണ്ടായ 6.7% തകർച്ച കാരണം വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിലെ യഥാർത്ഥ നഷ്ടം 13.6% ഉയരുകയും പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ മൂലം അസംസ്കൃത എണ്ണവില വർദ്ധിക്കുകയും ചെയ്തത് നിക്ഷേപകരുടെ ആശങ്ക ഇരട്ടിയാക്കി. ഏറ്റവും പുതിയ പാദവാർഷിക റിപ്പോർട്ടുകൾ പ്രകാരം നിഫ്റ്റി കമ്പനികളുടെ ആകെ ലാഭം 18% വർദ്ധിച്ചു. ഇത് വിദഗ്ധർ പ്രഖ്യാപിച്ച 10% വളർച്ചയേക്കാൾ വളരെ മുന്നിലാണ്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ വിറ്റഴിക്കലിന് ശേഷം നിലവിലെ പാദത്തിൽ ആഗോള നിക്ഷേപകർ $4 ബില്യൺ മൂല്യത്തിൽ ഇന്ത്യൻ ഓഹരികൾ തിരികെ വാങ്ങിക്കൂട്ടിയിട്ടുമുണ്ട്. ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെ 5-3 തകർത്ത് ഇന്ത്യ 2ാം റൗണ്ടിൽ. പൂൾ ഡിയിൽ അവസാന മത്സരത്തിലാണ് ഇന്ത്യയുടെ തകർപ്പൻ ജയം. ഹർമൻപ്രീത് സിംഗും അഭിഷേകും ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ഹാർദിക് സിംഗും ഒരു ഗോൾ നേടി. 3 മത്സരങ്ങളും വിജയിച്ച ഇംഗ്ലണ്ട് 9 പോയിന്റുമായി ഒന്നാമതെത്തിയപ്പോൾ 6 പോയിന്റുമായി ഇന്ത്യ 2ാം റൗണ്ടിലേക്ക് മുന്നേറി. ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ 2ാം റൗണ്ടിൽ. പൂൾ ഡിയിലെ അവസാന മത്സരത്തിൽ 5-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. 3 മത്സരങ്ങളും ജയിച്ച ഇംഗ്ലണ്ട് 9 പോയിന്റുമായി 1ാം സ്ഥാനക്കാരായപ്പോൾ 6 പോയിന്റുമായി ഇന്ത്യ 2ാം റൗണ്ടിലേക്ക് മുന്നേറി. 1 പോയിന്റ് വീതം മാത്രമുള്ള പാകിസ്ഥാനും വെയിൽസും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഇന്ത്യയ്ക്കായി ഹർമൻപ്രീത് സിംഗും അഭിഷേകും ഇരട്ട ഗോളുകൾ നേടി. ഹാർദിക് സിംഗും ഒരു ഗോൾ സ്വന്തമാക്കി. പാകിസ്ഥാനായി ഹനാൻ ഷാഹിദ് 2 ഗോളുകളും സൂഫിയൻ ഖാൻ ഒരു ഗോളും നേടി. മത്സരത്തിന്റെ 5ാം മിനിറ്റിൽ പെനാൽറ്റി കോർണറിലൂടെ ഹർമൻപ്രീത് ഇന്ത്യയെ മുന്നിലെത്തിച്ചു. 11ാം മിനിറ്റിൽ അഭിഷേക് ലീഡ് 2 21ാം മിനിറ്റിൽ ഹർമൻപ്രീത് വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഇന്ത്യ 3-0 മുന്നിലെത്തി. തൊട്ടടുത്ത മിനിറ്റിൽ ഹനാൻ ഷാഹിദിലൂടെ പാകിസ്ഥാൻ തിരിച്ചടിച്ചു. 24ാം മിനിറ്റിൽ അഭിഷേക് തന്റെ 2ാം ഗോൾ നേടിയതോടെ ഇന്ത്യ 4-1 മുന്നിലെത്തി. അതേ മിനിറ്റിൽ സൂഫിയൻ ഖാൻ പാകിസ്ഥാന്റെ 2ാം ഗോൾ നേടി. 24ാം മിനിറ്റിൽ ഹാർദിക് സിംഗ് ഇന്ത്യയുടെ 5ാം ഗോൾ കണ്ടെത്തി. 46ാം മിനിറ്റിൽ ഹനാൻ ഷാഹിദ് വീണ്ടും ഗോൾ നേടിയെങ്കിലും ഇന്ത്യയുടെ വിജയം തടയാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സാലോജിക് കേസിൽ അന്വേഷണം ഊർജിതം. വ്യാജ സിം ഉപയോഗവും വിദേശ പണമിടപാടുകളും പുറത്ത്. കൂടുതൽ റെയ്ഡുകളുമായി ED. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിയായ MDMA കേസ്. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ്.
വാച്ച് മോഷ്ടിച്ചെന്നാരോപിച്ച് 12 വയസ്സുകാരന് നേരെ ബന്ധുക്കളുടെ ക്രൂര പീഡനം. ശരീരത്തിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടി പുരട്ടി. ലഹരി ഉപയോഗം ഫോണിൽ പകർത്തി നൽകി. തൊടുപുഴയിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ശസ്ത്രക്രിയയിലൂടെ വൃഷണം നീക്കം ചെയ്തു. പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നാലെ NTA-യിൽ വൻ അഴിച്ചുപണി. 600 വിദഗ്ധരെ ഒഴിവാക്കി ഓഫീസുകൾ മാറ്റും. ചെയർമാനെ സംരക്ഷിക്കുന്നതിൽ വിമർശനം. ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.